ഇന്ന് കുറച്ച് ഇരുമ്പും പുളി കിട്ടിയിട്ടുണ്ട്. ട്രിവാൻഡ്രത്ത് ഇതിനെ പുളിഞ്ചിക്ക എന്നാണ് പറയുന്നത്. അത് കുറച്ച് കിട്ടിയിട്ടുണ്ട്. 2 പച്ചമുളകും ഇതിനാവശ്യമാണ്. നമുക്കിതിനെ ചെറുതായിട്ട് അരിഞ്ഞു കൊണ്ടുവരാം. ഉള്ള സാധനങ്ങളാണ്: 1 മുഴുവൻ ഉള്ളി, ജീരകം, കടു, ഉപ്പ്, തേങ്ങ. പുളിഞ്ചിക്ക നമ്മൾ ഇങ്ങനെ സ്ലൈസ് ചെയ്തെടുത്തതാണ്. കറിവേപ്പില, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഉള്ളി കടുവറുക്കാൻ പാകത്തിന് അരിഞ്ഞെടുത്തത്. ഇനി കുറച്ച് എണ്ണയും കൂടെ. അപ്പം നമുക്ക് പാചകം തുടരാം. കുറച്ച് എണ്ണ, 1.5 ടീസ്പൂൺ മതിയാകും. പിന്നെ കടുക്, അത് കഴിഞ്ഞ് ചെറിയ ഉള്ളി, അരിഞ്ഞു വച്ചിരിക്കുന്ന ചെറിയ ഉള്ളി. തീ കൂട്ടി കുറച്ച് കറിവേപ്പില, കുറച്ച് നമുക്ക് അതിൻ്റെ കൂടെ ഇട്ട് അരയ്ക്കാൻ വേണ്ടി വരും. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് ചുവക്കെ വറുത്തെടുക്കാം. വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് അരിഞ്ഞു വച്ചിരിക്കുന്ന പുളിഞ്ചിക്ക ഈ വലുപ്പത്തിന് വേണം അരിഞ്ഞെടുക്കാം. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു. ഇനി നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തു. ഇനി നമുക്കിതിനെ വേവിച്ചെടുക്കാം. നമ്മൾ തുറന്നൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വേവണം. നമ്മൾ പുളിഞ്ചിക്ക ഒന്ന് വെന്ത് കിട്ടണം. ഇതിലോട്ട് പുളിഞ്ചിക്ക കറിയിലോട്ടുള്ള നമുക്ക് കൂട്ട് റെഡിയാക്കാം. തേങ്ങ, 1 മുറി തേങ്ങയാണ് എടുത്തത്. പക്ഷെ തേങ്ങ കുറവായിരുന്നു. ഉള്ളി, മുളക് പൊടി കുറച്ച് മതി, ഒരുപാട് വേണ്ട. 1/2 ടീസ്പൂണോളം, സ്പൂൺ ഉണ്ടല്ലോ അതിൻ്റെ 1/2 ടീസ്പൂണോളം മതി. ഇതിൽ കുറച്ച് ജീരകപ്പൊടി, അതും 1/2 ടീസ്പൂൺ കണക്കാക്കി മതി. മഞ്ഞൾപ്പൊടി, അതും 1/2 ടീസ്പൂൺ. പിന്നെ ഇതിലോട്ട് ശകലം ഉപ്പ്. തേങ്ങയിൽ ഉപ്പിട്ട് അരയ്ക്കുന്നതെന്ന് വെച്ചാൽ തേങ്ങയിൽ എല്ലാ നീരും ഇതിലോട്ട് വരും. നമ്മൾ തേങ്ങാപ്പാൽ പിഴിയുമ്പോഴും കുറച്ച് ഉപ്പിട്ട് പിഴിയുന്നത് നല്ലതാണ്. അപ്പോൾ തേങ്ങയിലെ പാലും ഫുള്ള് കിട്ടും. കുറച്ച് കറിവേപ്പില. ഇനി നമുക്ക് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചിട്ടിടുക. നല്ലതുപോലെ അരയണം കേട്ടോ. വെന്തോന്ന് തുറന്ന് നോക്കാം. അത് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മളിപ്പോൾ എടുത്ത് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത ശേഷം തിളയ്ക്കരുത്. നമ്മൾ കൂട്ടിട്ടതിന് ശേഷം ഇത് തിളയ്ക്കാൻ പാടില്ല. ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാനേ പാടുള്ളൂ. ഇത് പുളിഞ്ചിക്ക ആയതുകൊണ്ട് 2 ദിവസം വെളിയിലിരുന്നാലും ചളിക്കത്തില്ല. പുളിഞ്ചിക്ക ആയതുകൊണ്ട് ഇവിടെ 2 ദിവസമൊന്നും ഇരിക്കത്തില്ല. ഇന്ന് തന്നെ തീരും. മക്കൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കറിയാണ്. പിന്നെ ഉണ്ടാക്കാനും എളുപ്പമുള്ളൊരു കറിയാണ്. നമുക്ക് പെട്ടെന്നുണ്ടാക്കാം. 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാവുന്ന കറിയാണ്. അത് വളരെ ടേസ്റ്റുമാണ്. കുറച്ചുകൂടെ ഉപ്പ് എനിക്ക് ആവശ്യമാണ്. കുറച്ചുകൂടെ ഉപ്പിട്ടിട്ടുണ്ട്. ഇനി തീ കൂട്ടിയിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ചൂടായിട്ടുണ്ട് നന്നായിട്ട്. ഇത് തിളയ്ക്കാൻ വിടരുത്. തിളച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മാറും. ഇനി നമുക്കിതിനെ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ പുളിഞ്ചിക്ക പച്ചടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.
സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എല്ലാവരുടെ സപ്പോർട്ടും എനിക്ക് വേണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നാളെ കാണാം.